അതിനകത്ത് എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതാണ് നമുക്ക് എല്ലാവരും കാലത്ത് കിടക്കാനാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് നിങ്ങൾ ഞങ്ങളെ തന്നതോ ഇന്ന് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് ഒന്നും വിശ്വസിക്കണ്ട. എന്നിട്ട് നിങ്ങൾ പറ എന്ത് ശരിയാണ് എന്ത് കള്ളതാണ്. ഈ ടാസ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ല. കടയിൽ ടാസ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ള എന്നെ നിങ്ങൾ ഒരു രാത്രി മുഴുവൻ കണ്ണിൽ എണ്ണ വെച്ച് കാറിൽ നിന്നതാണ് രക്ഷപ്പെടുകയാണ്. ആ നിങ്ങൾ ഞാൻ വിളിക്കും എനിക്ക് നിലപാടുള്ളത്. അല്ല എനിക്ക് അടുത്ത ടാസ്കിൽ എങ്ങനെയുണ്ടല്ലോ ചെയ്യണം എനിക്ക് പറയാൻ പറ്റില്ല. വെള്ളിയാഴ്ച വരെ നമുക്ക് ടാസ്ക് എന്തൊരു മൈൻഡില് അതായത് എനിക്ക് ആ കട്ടിലിന്റെ ഇത് കണ്ടിട്ട് ഇന്ന് എന്തായാലും ആ ലൈനിന്റെ തൊട്ടടുത്തായിരിക്കും. മനസ്സിലായി? ഇന്ന് കൊണ്ട് ആ ഗെയിം തീരും. അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാ. വെള്ളി വരാനല്ലേ പറഞ്ഞത്? എന്ത് പറഞ്ഞു നീ ഇതിനെ പറഞ്ഞു ചോദിക്കാൻ മൊത്തം പറയണത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, പ്ലേറ്റ് വെച്ചു. അപ്പൊ കയ്യിൽ എന്തോ ടാസ്ക് എടുത്ത് കൈ വയ്യാണ്ട് വെച്ചു. അപ്പൊ ഞാൻ ഇപ്പുറത്ത് വന്ന് പ്ലേറ്റ് എടുത്തിട്ട് ചേച്ചിക്ക് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും മുൻഷിച്ചേട്ടൻ പെട്ടെന്ന് കൊണ്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ അകത്ത് വെച്ചിരുന്ന ബാലൻസ് എങ്ങനെയാണ് കണ്ടോ അങ്ങനെ പുള്ളി അങ്ങനെ പോയി തമാശക്ക് പോയി. ഞാൻ തമാശയായിട്ട് തന്നെ എടുത്തത്, കാര്യമില്ല. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കൊണ്ടിരുന്നു. കഴിച്ച് തീരാറായപ്പോൾ പുള്ളി അവിടെ നിന്ന് 2-3 ഡയലോഗ് ഒഴിച്ചു. നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ എടുത്തോണ്ട് പോവാ, ഓരോരുത്തർ എടുത്ത് കഴിക്കുന്നു. എനിക്ക് ഫുഡിനോട് എന്താ പറയുക, എനിക്കങ്ങനെ ഫുഡ് വേണമെന്നൊന്നും ഇല്ല. ഞാൻ ഫുഡില്ലെങ്കിലും ജീവിക്കും, അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് വേണ്ടടി, എനിക്ക് കുറച്ചാണെങ്കിൽ ഞാൻ ഇവിടെ ചോറ് ഓരോ സാധനം ഞാൻ കുറച്ചെടുക്കത്തുള്ളൂ, ഓരോന്നൊക്കെ എടുക്കത്തുള്ളൂ. അതല്ല ഞാൻ ചോദിക്കായിരുന്നു. എന്നിട്ട് നോക്കാം. കാരണം ഷാനവാസിന് ഇപ്പം അകത്തിട്ടാലും പുറത്തിട്ടാലും ഒക്കെ ഒരേപോലൊക്കെ തന്നെയാണ്. ഷാനവാസ് ഇവിടെയും കിടന്ന് കാണിക്കുന്നത് എന്താണ്? അവനിപ്പോൾ കാണിച്ചേക്കാം ബിഗ് ബോസിൻ്റെ സാധനങ്ങളൊക്കെ വെളിയിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നൈസായിട്ട് അവൻ്റെ ഷൂവും ടീഷർട്ടും സ്പ്രേ ഉൾപ്പെടെ കൊണ്ട് മാറ്റി വെച്ചു. എന്നിട്ടൊരു ന്യായം പറിച്ചില്ല കൂടെ. എന്താണ്? ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, നിങ്ങളുടെ സാധനങ്ങളെല്ലാം വെളിയിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞാൽ എൻ്റെ സകല സാധനങ്ങൾ ഞാൻ വെളിയിൽ കൊണ്ട് വയ്ക്കും. ഞാൻ അത്രയ്ക്ക് ക്രൂക്കട്ട് ചിന്താഗതിയില്ല. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ട് വയ്ക്കും. എന്നിട്ടാവും ഞാൻ അതാണ് സംഭവിക്കാൻ പാടും. പക്ഷെ അവൻ കാണിച്ചത് അവൻ ഷൂ ഉൾപ്പെടെ അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് അവൻ കുറച്ച് സാധനങ്ങൾ മാത്രം വെളിയിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് അവസാന നിമിഷം അത് കിട്ടാതെ ഇരുന്നിട്ട് അവസാന നിമിഷവും ഷാനവാസ് പറഞ്ഞത് എന്തുവാ, നിങ്ങൾ നോക്കണമെന്നായിരുന്നല്ലോ എന്നുള്ള കാര്യം ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഷാനവാസ് അകത്ത് വന്നാലും ഞാൻ അകത്ത് വന്നാലും പുറത്ത് വന്നാലും ഒക്കെ. പിന്നെ 2 കാര്യങ്ങളാണ്. പുള്ളിക്ക് വയ്യ, ഹെൽത്ത് വയ്യ. പുള്ളി ഇത്രേ ഉള്ളൂ. ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ, ഇന്നും നാളെ കൂടെ ഉള്ളൂ. ഇന്നും നാളെ ആയിട്ടാണെങ്കിൽ പോലും ഷാനവാസിനെ ഔട്ടാക്കാൻ പോകുന്നില്ല. കാരണം ഷാനവാസ് ഉറങ്ങും. വെളിക്കൊന്ന് ഇറങ്ങിയാലും ഷാനവാസിന് ഔട്ടാക്കാൻ പോണില്ല, പറ്റൂല. കാര്യം ജിസയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊന്നും. അതുകൊണ്ട് തന്നെ അതല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഉറക്കൊഴിപ്പിക്കാമായിരുന്നു. ആരാ ഇത് ഷാനവാസിന് വേണ്ടി ഉറക്കൊഴിഞ്ഞ എല്ലാം ജിസയിലാണ്. വേണമെങ്കിൽ ജിസയിലകത്ത് കയറ്റായിരുന്നു. മനസ്സിലായ? ജിസയിലകത്ത് കയറ്റായിരുന്നു. ജിസയിലാണ് ആ ടീമിൽ സ്ട്രോങ്. ജിസയിലായിരുന്നു ആ ടീമിൽ സ്ട്രോങ്. അങ്ങനെ ജിസയിലകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഒന്നീ ബിൻസി അല്ലെങ്കിൽ ഷൈത്യ, ഈ 2 വ്യക്തികളെ നമുക്ക് ഇവിടെ നിർത്തും, പുറത്ത് കളയാമായിരുന്നു. കാര്യം മനസ്സിലായ? കാര്യം ഇവൻ അല്ലെങ്കിൽ ഉറങ്ങും വെളിയിൽ കിടണം. ആര്? ഷാനവാസ് ഉറങ്ങുകയും ചെയ്യും. ഷാനവാസ് ഒരു കാരണവശാലും ഇവരെ 2 പേരും സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം ഇന്ന് രാവിലെ ശൈത്യനെ തൂക്കിയെടുത്ത് കൊണ്ട് കിടത്താൻ വേണ്ടി പോയപ്പോൾ ഷാനവാസ് ഉറക്കം കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതില്ല. ഒന്നും മിണ്ടില്ല. ഇങ്ങനെ സ്റ്റക്ക് അടിങ്ങനെ നിന്നു. അങ്ങനെ വരുമ്പോ സിമ്പിളായിട്ട് ഫസ്റ്റ് ബിൻസി അല്ലെങ്കിൽ ഷൈത്യ. ബിൻസി അല്ലെങ്കിൽ ഷൈത്യ. ഇനി ഷൈത്യനെ ജിൻസിയെ അകത്തോട്ട് എടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ
ബിന്നിയായിരുന്നു. എന്തെന്ന് വെച്ചോ, ബിന്നിനെ ഔട്ടാക്കാനല്ല, ബിന്നി ഉറങ്ങൂല. പക്ഷെ ബിന്നീനെ ഈ 2 ദിവസം നമുക്ക് ഉറക്കം ഒഴിപ്പിക്കാമായിരുന്നു. ആ ബിന്നിയുടെ ആ 2 ദിവസത്തെ ഉറക്കം ഒഴിപ്പിക്കലിലൂടെ 4ാമത്തെ ദിവസം തൊട്ട് ബിന്നിക്ക് നമ്മൾ നല്ല തട്ട് കൊടുക്കായിരുന്നു.